ഈ വാലന്റൈൻസ് ഡേക്ക് നമ്മൾ ജർമ്മനിയിലെ വയലിൻ മേക്കിംഗ് ടൗൺ ആയ മിറ്റൻവാൾഡിലേക്കാണ് യാത്ര തിരിച്ചത്. ബവേറിയയിലെ മ്യൂണിക്കിൽ നിന്നും ഒരു 2 മണിക്കൂർ ട്രെയിൻ ജേർണി ചെയ്താൽ മിറ്റൻവാൾഡിൽ എത്തിച്ചേരാൻ പറ്റും. മിറ്റൻവാൾഡിൽ വയലിൻ മേക്കിംഗ് തുടങ്ങിയതിന് പിന്നിൽ രസകരമായ ഒരു കഥയുണ്ട്. 1684 മത്തിയാസ് ക്ലോട്സ് എന്ന 20കാരന്റെ മാതാപിതാക്കൾ അദ്ദേഹത്തെ വയലിൻ മേക്കിംഗ് പഠിക്കുന്നതിന് വേണ്ടി ഇറ്റലിയിലെ പാദുവയിലേക്ക് അയച്ചു. 5-6 വർഷം ഇറ്റലിയിൽ ജോലി ചെയ്തതിന് ശേഷം സ്വന്തം നാട്ടിൽ തിരിച്ചെത്തിയ അദ്ദേഹം അവിടെ വയലിൻ ഉണ്ടാക്കുന്ന ബിസിനസ് ആരംഭിച്ചു. മിറ്റൻവാൾഡിനടുത്തുള്ള കാടുകളിൽ വയലിൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സ്പ്രൂസ്, മേപ്പിൾ മരങ്ങൾ ധാരാളമായി ഉണ്ടായിരുന്നു. ഇതുകൂടാതെ തന്നെ ജർമ്മനിക്കും ഇറ്റലിക്കും ഇടയിലുള്ള ഒരു ഇമ്പോർട്ടന്റ് ട്രേഡ് റൂട്ടിലായിരുന്നു മിറ്റൻവാൾഡിന്റെ സ്ഥാനം. ഇതുകൊണ്ടൊക്കെ തന്നെ മത്തിയാസ് ക്ലോട്സിന്റെ വയലിൻ മേക്കിംഗ് ബിസിനസ് മിറ്റൻവാൾഡിൽ ധാരാളമായി ഫ്ലറിഷ് ചെയ്തു. സ്വന്തം നാട്ടുകാരിൽ നിന്ന് ഇദ്ദേഹത്തിന് ധാരാളം സ്റ്റുഡൻസിനെ കിട്ടി. ഈ പരമ്പര അദ്ദേഹത്തിന്റെ മക്കളായ സെബാസ്റ്റ്യനും ജോർജും കൊച്ചുമക്കളും പിന്തുടർന്നു വന്നു. 1888 ഇവിടെ ഒരു വയലിൻ മേക്കിംഗ് സ്കൂൾ ആരംഭിച്ചു. ഇന്നും ആ സ്കൂളിൽ ധാരാളം കുട്ടികൾ പഠിക്കാൻ എത്തുന്നുണ്ട്. മിറ്റൻവാൾഡിന്റെ ഓൾഡ് ടൗൺ കാണാനും ഒരു പഴയ മിഡീവൽ ലുക്കുണ്ട്. മിക്ക വീടിന്റെ മുകളിലും ഓൾഡ് ഫ്രെസ്കോ പെയിന്റിങ്സ് ഉണ്ട്. ജീസസ് ക്രൈസ്റ്റിന്റെയും മദർ മേരിയുടെയും പെയിന്റിങ്സ് ആണ് ഇവയിൽ കൂടുതലും. ഒരു 18 to 19 സെഞ്ചുറിയിൽ നിന്നുള്ളവയാണ് ഈ പെയിന്റിങ്സിൽ മിക്കവയും. വയലിൻ ബിസിനസ്സിൽ നിന്ന് റിച്ചായ ഈ നാട്ടുകാർ തങ്ങളുടെ വീടിന്റെ പുറം ഭാഗം പെയിന്റിങ്സ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യുകയായിരുന്നു. ശേഷം നമ്മൾ ടൗണിനടുത്ത് സമുദ്രനിരപ്പിൽ നിന്ന് 1.3 കിലോമീറ്റർ ഹൈയിൽ സ്ഥിതി ചെയ്യുന്ന ക്രാൻസ്ബർഗ് മൗണ്ടനിലേക്ക് ഒരു ചെറിയ ഹൈക്ക് ചെയ്യാൻ തുടങ്ങി. ഹൈക്ക് ചെയ്യുന്നതിനിടയിൽ അങ്ങ് താഴെയുള്ള ടൗണിന്റെ ഒരു സീനിക് വ്യൂസ് നമുക്ക് കിട്ടും. ആ കാണുന്ന മൗണ്ടൻസ് ആൽപ്സിലെ തന്നെ ഏറ്റവും വലിയ പർവ്വത നിരകളിൽ ഒന്നായ കാർവെൻഡൽ മൗണ്ടൻ റേഞ്ചസ് ആണ്. കുറച്ച് യാത്ര ചെയ്തപ്പോൾ നമ്മൾ അവിടെ ഒരു ചെയർലിഫ്റ്റ് സ്റ്റേഷൻ കണ്ടു. അവിടെ നിന്ന് ചെയർലിഫ്റ്റ് ഉപയോഗിച്ച് നമ്മൾ ക്രാൻസ്ബർഗ് മൗണ്ടന്റെ മുകളിലേക്കുള്ള യാത്ര തുടർന്നു. നല്ല സ്നോയും മഴയും കാറ്റും ഉണ്ടായിരുന്നതിനാൽ അത്യാവശ്യം ത്രില്ലിംഗ് ആയിരുന്നു ഈ യാത്ര. ഈ ചെയർലിഫ്റ്റ്സ് എല്ലാം സ്ട്രക്ചറലി സേഫ് ആണെങ്കിലും പല അപകടങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് 10 വയസ്സുള്ള ഒരു കുട്ടി ഈ ചെയറിൽ നിന്ന് താഴെ വീണിരുന്നു. അതിന് 1 വർഷത്തിന് ശേഷം 82 വയസ്സുള്ള ഒരു സ്ത്രീ ഈ ചെയർലിഫ്റ്റിൽ നിന്ന് താഴെ വീണിരുന്നു. ഭാഗ്യവശാൽ 2 പേർക്കും കാര്യമായ കുഴപ്പങ്ങളൊന്നും സംഭവിച്ചില്ല. നമ്മളിപ്പോൾ ക്രാൻസ്ബർഗ് എന്ന മലയുടെ ഏകദേശം 1/4 പൊക്കത്തിലിരിക്കുക. നമ്മൾ ചേർക്കാട് വഴി ഇവിടം വരെ എത്തി. ഇതോ ആ കാണുന്നതാണ് മിറ്റൻവാൾഡ്. ഫുള്ള് മഞ്ഞും മൂടലുമാണ്. ഇല്ലായിരുന്നെങ്കിൽ അതിന്റെ ബാക്കില് കാർവെൻഡൽ ബാനും മലയൊക്കെ കാണാമായിരുന്നു. ക്രാൻസ്ബർഗ് ചെയർലിഫ്റ്റ് എടുത്ത് മുകളിലെത്തിയ ഞങ്ങൾ അവിടെ നിന്ന് ലൗട്രസേ ലേക്കിലേക്ക് യാത്ര ആരംഭിച്ചു. ലൗട്രസേയിലേക്ക് പോവാണ്. ക്രാൻസ്ബർഗ് ചെയർലിഫ്റ്റിൽ നിന്നും ഒരു 1/2-3/4 മണിക്കൂർ നടന്നാൽ ലൗട്രസേ ലേക്കിൽ എത്തിച്ചേരാൻ സാധിക്കും. കാടിന് നടുക്കൂടെയുള്ള ഈ യാത്ര വളരെ രസകരമാണ്. നമ്മൾ നടക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ആൾട്ടിറ്റ്യൂഡ് മാറുന്നതിനനുസരിച്ച് മഞ്ഞിൻ്റെ കാഠിന്യം കൂടുകയും മഴയായി മാറുകയും ചെയ്തു. മഴയായതുകൊണ്ടായിരിക്കണം ഇന്ന് ഈ റൂട്ടിൽ ഹൈക്ക് ചെയ്യാൻ തിരക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഹൈക്ക് നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ സാധിച്ചു. അങ്ങനെ നമ്മൾ ഹൈക്ക് ചെയ്ത് ലേക്കിലെത്തിയപ്പോഴേക്കും ലേക്കിലെ വെള്ളം മുഴുവൻ ഫ്രോസൺ ആയിരിക്കുകയായിരുന്നു. കണ്ടാൽ നടക്കാൻ സേഫ് ആണെന്ന് തോന്നുമെങ്കിലും ഫെബ്രുവരി ആയതിനാൽ തന്നെ ലേക്കിന്റെ നടുവിലെ ഐസൊക്കെ തിന്നായിരുന്നു. ശേഷം നമ്മൾ ലേക്കിന് ചുറ്റും നടക്കാൻ തീരുമാനിച്ചു. ഒരു 1-1.5 മണിക്കൂർ കൊണ്ട് ആ ലേക്കിന് ചുറ്റും നമുക്ക് നടന്നു തീർക്കാൻ സാധിക്കും. ലൗട്രസേയുടെ ഭംഗി ആസ്വദിച്ചതിന് ശേഷം നമ്മൾ തിരിച്ചുള്ള യാത്ര ആരംഭിച്ചു. വഴിയരികിൽ മരിച്ചുപോയവരുടെ ആത്മശാന്തിക്കായി നിർമ്മിച്ച ചെറിയൊരു ആരാധനാലയം പാറകൾക്ക് നടുവിൽ ഗുഹയ്ക്കുള്ളിൽ കണ്ടു. പാറകളും വെള്ളച്ചാട്ടങ്ങളും അരുവികളും കണ്ട് ഞങ്ങൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു. ഒരു 1 മണിക്കൂറിന് ശേഷം ടൗണിലും റെയിൽവേ സ്റ്റേഷനിലും എത്തി. ടൗണിലെത്തിയതിന് ശേഷം നല്ല ട്രഡീഷണൽ ബവേറിയൻ ഫുഡ് കഴിച്ച് ഞങ്ങൾ അന്നത്തെ യാത്ര അവസാനിപ്പിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.